വെൽക്കം ടു ഐഷസ് അക്കാഡമി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി S4 M.Com എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, നമുക്കറിയാം. അപ്പോൾ അതിൽ മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്സിന്റെയും എസ്സേയുടെയും ക്വസ്റ്റ്യൻസ് പറയാണ്, അതൊന്ന് നോട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അസംഷൻസ് ഓഫ് അസൈൻമെന്റ് പ്രോബ്ലം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പൊ നമുക്ക് അറിയാലോ, നമ്മുടെ MOT എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതിനകത്ത് തിയറി വളരെ കുറച്ച് മാത്രമാണ്. കുറച്ച് പ്രോബ്ലവും തിയറിയും ഒരുപോലെ ചോദിക്കും. ബട്ട് അതിനകത്ത് കൂടുതലും എല്ലാ സെക്ഷൻസിലും പ്രോബ്ലം വരാൻ സാധ്യതയുള്ള എസ്സേക്കൊക്കെ 3 പ്രോബ്ലം 1 തിയറി അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു പേപ്പറാണ്, നമുക്കറിയാം. അപ്പൊ അതിനകത്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് പാസ്സാവണം എന്നുള്ള രീതിയിലുള്ള തിയറീസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തിയറി ഭാഗത്തും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഒരു തിയറിയാണ്, അസംഷൻസ് ഓഫ് അസൈൻമെന്റ് പ്രോബ്ലം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പൊ ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിന്റെയോ അല്ലെങ്കിൽ അസൈൻമെന്റ് പ്രോബ്ലത്തിന്റെയോ അസംഷൻസ് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അസംഷൻസ് രണ്ടിന്റെയും പഠിച്ചു വെക്കുക. അതിൽ ഏതെങ്കിലും ഒരു അസംഷൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് പറയുന്നു നമ്മുടെ ഓപ്പറേഷൻസ് റിസർച്ചിന്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ റിസർച്ചിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാം. 5 മാർക്സിന് അങ്ങനെ ചോദിക്കാം. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് ഇൻ ഡിസിഷൻ മേക്കിംഗ് അത്തരത്തിലും വരാം. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ റിസർച്ചിന്റെ അഡ്വാൻറ്റേജസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാം. അതുപോലെ ഓപ്പറേഷൻ റിസർച്ചിന്റെ ഫീച്ചേഴ്സ് ജനറലി ഉള്ള കുറച്ച് ഫീച്ചേഴ്സും ചോദിക്കാം. അപ്പൊ അത് രണ്ടും ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ എന്താണ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ 5 മാർക്കിന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ LPP പ്രോബ്ലം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ കുറച്ച് തിയറി മാത്രമാണ് നോർമലി LPP എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നിങ്ങളുടെ സ്റ്റഡി നോട്ട് വഴി നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി വെക്കുക. ഇൻ കേസ് അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പൊ ഈ LPP ഒക്കെ ചിലപ്പോൾ ചിലർക്ക് നല്ല ടഫ് ആയിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിയിട്ട് കുറച്ച് തിയറിയും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലവും മാത്രം. കാരണം നമ്മൾ ഈ ലാസ്റ്റ് മൊമെന്റിലൊക്കെ പഠിക്കാത്ത ഏരിയസ് കൂടുതൽ പോയി പഠിച്ചിട്ട് അതും മനസ്സിലാകത്തില്ല, പഠിച്ച് കഴിഞ്ഞതും പോകുന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ടൊന്നും പോകരുത്. ഇപ്പൊ LPPയുടെ പ്രോബ്ലം നോക്കാൻ പറ്റാത്തവരാണെങ്കിൽ നോക്കണ്ട, അത് സ്കിപ്പ് ചെയ്തേക്കുക. ഓക്കെ. അടുത്ത ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഷുവർ ആണ്, നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കുന്നത് എസ്സേക്കാണ്. ബട്ട് ചില സമയത്ത് അത് 5 മാർക്സിനും ചോദിക്കാം. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലവും അസൈൻമെന്റ് പ്രോബ്ലവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ചിന്റെ ടൈപ്പ് ഒരു തിയറിയാണ്. അപ്പോൾ പ്രോബ്ലം ഒട്ടും പറ്റാത്തവര് ഈ പറയുന്ന തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു തിയറി പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. ഓപ്പറേഷൻ റിസർച്ചിന്റെ ടൈപ്സ് നോക്കുക. അതുപോലെ നമുക്ക് നെറ്റ്വർക്ക് അനാലിസിസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ നെറ്റ്വർക്ക് അനാലിസിസ് എന്താണെന്നുള്ള മീനിങ്ങും പിന്നെ എന്താ അതിന്റെ ഒബ്ജക്റ്റീവ്സും ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ CPM ആൻഡ് PER. അപ്പൊ നെറ്റ്വർക്ക് അനാലിസിസിന്റെ ഈ രണ്ട് മെത്തേഡ്സ് തമ്മിലുള്ള ഡിഫറൻസ്, CPM-ന്റെയും PERT-ന്റെയും എന്താണ് ഡിഫറൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്കാം. അതിന്റെ ആ ഒരു ഏരിയയിൽ നിന്നുള്ള തിയറീസ് ഒക്കെ ഒന്ന് വായിച്ചു വെച്ചേക്കാം. അടുത്ത മീനിങ് ആൻഡ് അസംഷൻസ് ഓഫ് ഗെയിം തിയറി. അപ്പൊ ഗെയിം തിയറി എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തിയറി പോർഷൻ ആണ്. ഗെയിം തിയറിയുടെ മീനിങ് ചോദിക്കാം. അതിന് ലിസ്റ്റ് ഓഫ് അസംഷൻസ് ഉണ്ട്. അപ്പൊ അസംഷൻസും അതിന്റെ മീനിങ്ങും നോക്കി വെച്ചേക്കുക. ആൻഡ് ലിമിറ്റേഷൻസ്, ഗെയിം തിയറിയുടെ ലിമിറ്റേഷൻസും തിയറി ഭാഗത്തുനിന്ന് 5 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് ഗെയിം തിയറി നോക്കി വെച്ചേക്കുക. ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ഗെയിം തിയറി, ഗെയിം തിയറിയുടെ സ്ട്രാറ്റജീസ് ഉണ്ട്. അതൊക്കെ പ്യുവർലി തിയറി ഏരിയ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഇതിനകത്ത് ഞാൻ കൂടുതലും പറഞ്ഞിട്ടുള്ളത് തിയറിയാണ്. കാരണം എനിക്കറിയാം ഇത് പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ പലർക്കും പ്രോബ്ലം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തിയറി എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും നല്ലൊരു മാർക്ക് വാങ്ങിയിട്ട് നമുക്ക് ഇത് ഈ ഒരു എക്സാം പാസ്സായി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇത്രയും ഏരിയാസ് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നോക്കുക. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, ബൈ.